മേട്ടുപ്പാളയത്തിന്റെ ചൂടിൽ നിന്ന് നീലഗിരിയുടെ കുളിരിലേക്കുള്ള ദൂരം അത്ര വലുതല്ല. പക്ഷേ ആ കാഴ്ചകൾ പാർത്തെന്ന് നമ്മൾ കണ്ടത് വെറും തുടക്കം മാത്രം. ഹെയർപിൻ ബെൻഡുകളും കോടമഞ്ഞും ഇനി നമ്മളെ കാത്തിരിക്കുന്നു. വരുന്നുണ്ടോ എൻ്റെ കൂടെ? നമുക്ക് ഊട്ടി വരെ യാത്ര തുടരാം. ഓരോ വളവ് കഴിയുമ്പോഴും താപനില കുറഞ്ഞു വരികയാണ്. മുകളിലേക്ക് കയറുന്തോറും റോഡിന്റെ ഇരുവശവും പച്ചപ്പും മൂടൽ മഞ്ഞും കൊണ്ട് നിറയുന്നു. ബൈക്ക് റൈഡേഴ്സിന് ഇതൊരു സ്വർഗമാണ്. ഓരോ ഹെയർപിൻ ബെൻഡും ഒരു പുതിയ കഥ പറയുന്ന പോലെ. ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിയിലേക്ക് വെറും 2 മണിക്കൂർ ദൂരമേയുള്ളൂ. പക്ഷേ ഞങ്ങൾക്കെടുത്തത് 5 മണിക്കൂറാണ്. എന്താണെന്നല്ലേ? ആ 2 മണിക്കൂർ കൊണ്ടെത്താൻ ഈ കാഴ്ചകൾ കണ്ടില്ലെന്ന് നടിക്കാൻ ഞങ്ങൾക്ക് പറ്റുമായിരുന്നില്ല. വരുന്നുണ്ടോ എൻ്റെ കൂടെ ആ 5 മണിക്കൂർ യാത്രയുടെ വിശേഷങ്ങളിലേക്ക്? രാവിലെ 11-ന് മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കരുതിയത് ഉച്ചയ്ക്ക് മുൻപ് ഊട്ടിയിലെത്താമെന്നാണ്. പക്ഷേ നീലഗിരിയുടെ ഓരോ വളവും ഞങ്ങളെ തടഞ്ഞു നിർത്തി. ഓരോ ഹെയർപിൻ ബെൻഡ് കഴിയുമ്പോഴും മറ്റൊരു മനോഹരമായ കാഴ്ച. കുനൂർ വ്യൂ പോയിന്റിലെത്തിയപ്പോൾ തന്നെ സമയം കുറേ കഴിഞ്ഞിരുന്നു. ആ താഴ്വരയും അങ്ങ് ദൂരെ കാണുന്ന മലനിരകളും ക്യാമറയിൽ പകർത്താതെ എങ്ങനെ മുന്നോട്ടു പോവും? ഫോട്ടോ എടുക്കാനും ഒന്ന് ആസ്വദിക്കാനും വേണ്ടി ഓരോ പോയിന്റിലും ഞങ്ങൾ വണ്ടി നിർത്തി. യാത്ര എന്നാൽ ലക്ഷ്യസ്ഥാനത്തെത്തുക മാത്രമല്ലല്ലോ, ആ വഴി ആസ്വദിക്കൽ കൂടിയല്ലേ. കുനൂർ എത്തുമ്പോൾ മനസ്സറിയാതെ ഒന്ന് പുറകോട്ട് പോവും. തിരക്കേറിയ ടൗണിന് നടുവിൽ ഒരു കൊച്ചു റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇതൊരു സാധാരണ സ്റ്റേഷനല്ല. യുനെസ്കോ പൈതൃകമായി പ്രഖ്യാപിച്ച നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ ഒരു പ്രധാന ഭാഗമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ നീലഗിരി ടോയ് ട്രെയിൻ ഇവിടെ കാണാം. 100-ലധികം വർഷത്തെ പഴക്കമുണ്ട് ഈ ട്രാക്കുകൾക്ക്. കരിയും പുകയും വിട്ട് മല കയറി വരുന്ന ആ നീലവണ്ടിയെ നോക്കി നിൽക്കാൻ തന്നെ ഒരു രസമാണ്. സിനിമകളിൽ കണ്ടു പരിചയിച്ച ആ പഴയകാല പ്രൗഢി ഇപ്പോഴും ഇവിടെയുണ്ട്. ഭാഗ്യമെന്ന് പറഞ്ഞാൽ ഇതാണ്. കുനൂർ എത്തിയപ്പോൾ ദൂരെ നിന്നൊരു വിസിൽ കേട്ടു. നോക്കിയപ്പോൾ അതാ മലയിറങ്ങി വരുന്നു നീലഗിരിയുടെ സ്വന്തം നീലവണ്ടി. ഊട്ടിയിൽ നിന്ന് കുനൂരിലേക്ക് വരുന്ന ട്രെയിനാണിത്. ഇത് കാണാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. 100-ലധികം വർഷം പഴക്കമുള്ള ഈ പൈതൃക തീവണ്ടി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലുള്ളതാണ്. കുത്തനെയുള്ള മലകൾ കയറാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ച റാക്ക് ആൻഡ് പിനിയൻ ട്രാക്കിലൂടെയാണ് ഈ വണ്ടി ഓടുന്നത്. ഇന്ത്യയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ഈ കാഴ്ച കാണാൻ കഴിയൂ. ഇവിടെ വെച്ചാണ് ട്രെയിനിൻ്റെ എൻജിൻ മാറുന്നത്. മേട്ടുപ്പാളയത്ത് നിന്ന് കുനൂർ വരെ കൽക്കരി എഞ്ചിൻ, സ്റ്റീം എഞ്ചിനാണ് വരാറുള്ളത്. എന്നാൽ കുനൂർ മുതൽ ഊട്ടി വരെ ഡീസൽ എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഈ എഞ്ചിൻ മാറുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല രസമാണ്. ട്രെയിനിലിരിക്കുന്ന ആൾക്കാരുടെ മുഖത്തെ സന്തോഷം കണ്ടോ? മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്ക് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യണം. പക്ഷേ ഞങ്ങളെപ്പോലെ ബൈക്കിൽ വരുന്നവർക്ക് ഇതുപോലെ സ്റ്റേഷനിൽ കാത്തു നിന്നാൽ ഈ മനോഹരമായ കാഴ്ച ഫ്രീ ആയി കാണാം. കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവർക്കായി അവിടുത്തെ സമയങ്ങൾ. ദിവസവും 5 സർവീസുകളാണ് കൂനൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ളത്. മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കും തുരങ്കങ്ങൾക്കും ഇടയിലൂടെയുള്ള ഈ യാത്ര ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റോളം നീളുന്നതാണ്. ഒന്നാമത്തേത്, മേട്ടുപാളയത്ത് നിന്ന് രാവിലെ 7 മണി 10 മിനിറ്റിന് പുറപ്പെടുന്ന ട്രെയിൻ. ഇത് കുനൂർ വഴി ഉച്ചയ്ക്ക് 12 മണിയോടെ ഊട്ടിയിലെത്തും. ഈ ഒരു ട്രെയിനിന് ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ ബുക്ക് ചെയ്യണം. രണ്ടാമത്തെ ഓപ്ഷൻ കുനൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ഷട്ടിൽ സർവീസുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ 7:45, 10:40, ഉച്ചയ്ക്ക് 12:35, വൈകുന്നേരം 4 മണി എന്നിങ്ങനെ 4 സമയങ്ങളിൽ കുനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് ട്രെയിൻ ലഭ്യമാണ്. ഇനി തിരികെ ഊട്ടിയിൽ നിന്ന് കുനൂരിലേക്ക് വരാനുള്ള സമയങ്ങൾ നോക്കാം. പലരും ഊട്ടിയിൽ പോയിട്ട് തിരിച്ച് കുനൂരിലേക്ക് മാത്രമായി ട്രെയിൻ നോക്കാറുണ്ട്. അവർക്കായി പ്രധാനമായും ട്രെയിനുകളാണുള്ളത്. രാവിലെ 9:15-നും ഉച്ചയ്ക്ക് 12:15-നും ഷട്ടിൽ സർവീസുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിൻ ഉച്ചയ്ക്ക് 2 മണിക്കുള്ളതാണ്.
ഇത് കുനൂർ വഴി നേരെ മേട്ടുപ്പാളയം വരെ പോകുന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം പിന്നെ ഈ റൂട്ടിലെ അവസാന വണ്ടിയായ 6 മണിക്ക് ട്രെയിൻ ലഭ്യമാണ്. ഈ 6 മണിയുടെ ട്രെയിനിൽ യാത്ര ചെയ്താൽ ഇരുട്ടിൻ്റെ ഭംഗിയിൽ കാടിനുള്ളിലൂടെയുള്ള യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നിങ്ങൾ ബൈക്കിലോ കാറിലോ ആണ് വരുന്നതെങ്കിൽ പോലും സമയമുണ്ടെങ്കിൽ കുനൂരിൽ വണ്ടി പാർക്ക് ചെയ്ത് ഊട്ടി വരെ ട്രെയിനിൽ പോയി തിരിച്ചു വരുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. കുറഞ്ഞ ചിലവിൽ നീലഗിരിയുടെ ഭംഗി ആസ്വദിക്കാൻ ഇതിൽ നല്ലൊരു വഴിയല്ല. നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട ആ കുനൂർ സ്റ്റേഷനോട് യാത്ര പറയുകയാണ്. അടുത്ത സ്റ്റോപ്പ് ഊട്ടിയാണ്. ആ നീലവണ്ടി പോയതുപോലെ നമുക്കും മല കയറി തുടങ്ങാം. ആ തണുപ്പിലേക്ക്, ആ മഞ്ഞിലേക്ക് ഇനി അധികം ദൂരമില്ല. അങ്ങനെ കുനൂരിലെ കാഴ്ചകളും ആ ഒരു ലക്കി ട്രെയിൻ സ്പോട്ടിങ്ങും കഴിഞ്ഞ് നമ്മൾ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. ഊട്ടിയിലെ ബാക്കി വിശേഷങ്ങളും നമ്മൾ കാണാൻ പോകുന്ന രസകരമായ സ്ഥലങ്ങളുമൊക്കെയായി അടുത്ത ഭാഗത്ത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. അപ്പോൾ കാണാം അടുത്ത വീഡിയോയിൽ.